ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കല്യാൺ ജുവല്ലേഴ്സിലും ഇസാഫ് കോപ്പറേറ്റീവിലും നന്ദിലത്ത് ജിമാർട്ടിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തൃശ്ശൂർ എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ 2024 ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച പ്രയുക്തി 2024 എന്ന പേരിൽ ഒരു ജോബ് ഡ്രൈവ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 12-ലധികം പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ വിവിധ മേഖലകളിൽ നിന്നായി 1000-ലധികം തൊഴിലവസരങ്ങളാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 9/8/2024 രാവിലെ 9:30 നിങ്ങളുടെ ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ജവഹർ ബാലഭവനിൽ ചെമ്പുക്കാവ് തൃശ്ശൂർ എത്തിച്ചേരേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ NCS പോർട്ടലിൽ വ്യക്തിവിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. അതിനായിട്ടുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ NCS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യം അന്നേ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ആദ്യം നന്ദിലത്ത് ജിമാർട്ടിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, ഗോഡൗൺ അസിസ്റ്റൻറ്റ്, ഗോഡൗൺ ഇൻചാർജ്, സെയിൽസ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് ട്രെയിനീസ്, ഡെസ്പാച്ച് എക്സിക്യൂട്ടീവ്സ്, കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ്സ് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BCom, എക്സലും ടാലിയും ഉണ്ടായിരിക്കണം. കൂടാതെ 6 മാസമോ അതിൽ കൂടുതലുള്ള എക്സ്പീരിയൻസും ആവശ്യമാണ്. സാലറി വരുന്നത് 13,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ്. ഗോഡൗൺ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ആവശ്യമില്ല. സാലറി വരുന്നത് 13,000 മുതൽ 15,000 രൂപ വരെയാണ്. ഗോഡൗൺ ഇൻചാർജ് പോസ്റ്റിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രിയും 6 മാസമോ അതിൽ കൂടുതലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് 13,000 മുതൽ 17,000 രൂപ വരെയാണ്. അടുത്തത് സെയിൽസ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് ട്രെയിനി പോസ്റ്റിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രിയും 6 മാസമോ അതിൽ കൂടുതലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് 13,000 മുതൽ 20,000 രൂപ വരെയാണ്. അടുത്തത് ഡെസ്പാച്ച് എക്സിക്യൂട്ടീവ്സ് പോസ്റ്റിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. സാലറി വരുന്നത് 13,000 മുതൽ 15,000 രൂപ വരെയാണ്. കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രിയും 6 മാസമോ അതിൽ കൂടുതലുള്ള എക്സ്പീരിയൻസ് ആണ്. സാലറി വരുന്നത് 13,000 മുതൽ 20,000 രൂപ വരെയാണ്. കൂടാതെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ജോബ് ലൊക്കേഷൻ വരുന്നത് ഓൾ കേരളയാണ്. അടുത്തത് കല്യാൺ ജുവല്ലേഴ്സിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ആദ്യം സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. സാലറി 20,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് ജൂനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് 25,000 രൂപയാണ്. അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2ഉം സമാന മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. 35,000 രൂപയും ESIയും PFും ഇൻസെൻറ്റീവും ലഭിക്കുന്നതാണ്. ഓൾ ഇന്ത്യ ആണ് ജോബ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തത് ഫീൽഡ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. സാലറി 16,400 രൂപയാണ് ലഭിക്കുക. അടുത്തത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 20,400 രൂപയാണ് സാലറി വരിക. അടുത്തത് സെയിൽസ് കോർഡിനേറ്റർ ടെലികോളിംഗ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. 13,400 രൂപയാണ് സാലറി ലഭിക്കുക. കൂടാതെ ESI PF ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ്. ഓൾ ഇന്ത്യ ആണ് ജോബ് ലൊക്കേഷൻ വരുന്നത്.
അടുത്തത് ടെലികോളിംഗ് എക്സിക്യൂട്ടീവ് കന്നഡ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. 15,000 മുതൽ 20,000 രൂപ വരെയാണ് സാലറി വരുന്നത്. കൂടാതെ ESI PF ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ്. കോയമ്പത്തൂരാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. അടുത്തത് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ 5 മുതൽ 10 വർഷത്തെ വരെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 50,000 രൂപ വരെയാണ് സാലറി ലഭിക്കുക. കൂടാതെ ESI PF ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ്. ബാംഗ്ലൂരാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. അടുത്തത് കംപ്ലയിൻറ്റ്സ് ഓഫീസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷനാണ്. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സാലറി 50,000 രൂപ വരെയാണ് ലഭിക്കുക. കൂടാതെ ESI PF ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ്. ജോബ് ലൊക്കേഷൻ തൃശ്ശൂരാണ്. അടുത്തത് ജൂനിയർ ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. PG ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സമാന മേഖലയിലുള്ള 8 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 70,000 രൂപ വരെയാണ് സാലറി ലഭിക്കുക. കൂടാതെ ESI PF ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ്. ബാംഗ്ലൂരാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. അടുത്തത് ജൂനിയർ ഗ്രാഫിക് ഡിസൈനർ ഡിജിറ്റൽ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 40,000 രൂപ വരെയാണ് സാലറി ലഭിക്കുക. കൂടാതെ ESI PF ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ്. ബാംഗ്ലൂരാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. അടുത്തത് ക്രിയേറ്റീവ് സൂപ്പർവൈസർ ഡിജിറ്റൽ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ 6 വർഷത്തെ വരെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 70,000 രൂപ വരെയാണ് സാലറി ലഭിക്കുക. കൂടാതെ ESI PF ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ്. ബാംഗ്ലൂരാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. അടുത്തത് ജൂനിയർ ആർട്ട് ഡയറക്ടർ ഡിജിറ്റൽ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. 40,000 രൂപ വരെയാണ് സാലറി ലഭിക്കുക. കൂടാതെ ESI PF ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ്. ബാംഗ്ലൂരാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. അടുത്തത് ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് സപ്പോർട്ട് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷനാണ്. കൂടാതെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 40,000 രൂപ വരെയാണ് സാലറി ലഭിക്കുക. കൂടാതെ ESI PF ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ്. ഓൾ ഇന്ത്യ ആണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. അടുത്തത് ഇസാഫ് കോപ്പറേറ്റീവിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കസ്റ്റമർ സർവീസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 2 വീലറും ലൈസൻസും നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 20 മുതൽ 30 വയസ്സ് വരെയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 20 മുതൽ 35 വയസ്സ് വരെയുമാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് HSC മാൻഡേറ്ററി ആണ്. കൂടാതെ ഡിഗ്രി അല്ലെങ്കിൽ PG ഉണ്ടായിരിക്കണം. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. സാലറി വരുന്നത് 21,000 CTC ആണ്. കൂടാതെ ESI PF ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ്. അപ്പോൾ ഇത് കൂടാതെ മലയാള മനോരമ, HCL, ശ്രീറാം ഫിനാൻസ്, മുത്തൂറ്റ് ഫിൻകോർ, നവ്യ ബേക്ഷോ, BRD കാർവെൽ ലിമിറ്റഡ്, JJ ഇൻഫോടെക്, ആഷ്ലിൻ ചെമ്മണ്ണൂർ ഇൻസ്ട്രുമെന്റ്സ് തുടങ്ങി വിവിധ കമ്പനികളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 9, 2024 വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 4 മണി വരെ ജവഹർ ബാൽഭവൻ തൃശ്ശൂർ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.